ലോക കായിക രംഗത്തെ അത്ഭുതമാണ് ഒളിമ്പിക്സ്. ഇന്ത്യ പലവട്ടം ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് ഒളിമ്പിക്സ് നടത്താനൊന്നും ഒരു സാധ്യത വന്നിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയെ അങ്ങനെ പരിഗണിച്ചിട്ടുന്നില്ല. ഒരു ദരിദ്ര രാജ്യം, ഒരു അവികസിത രാജ്യം, അല്ലെങ്കിൽ ഒരു വികസിത രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ എഴുതി തള്ളിയിരുന്നു. ഇന്ത്യ ആ ലിസ്റ്റിലെങ്ങും ഒരിടത്തും വരില്ലായിരുന്നു. നാമമാത്രമായ ട്രോഫികളാണ്, മെഡലുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായി രാജ്യത്ത് വരുന്ന വാർത്ത, 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതിൻ്റെ അണിയര ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ 2036 ഇന്ത്യയിലാണ് ഒളിമ്പിക്സ് നടക്കുന്നതെങ്കിൽ ഇപ്പോഴേ അതിൻ്റെ തീരുമാനം വരണം. ആ തീരുമാനത്തിനനുസരിച്ച് 8-10 വർഷത്തെ കാരണം സ്റ്റേഡിയങ്ങൾ, ഹോട്ടലുകൾ, ഒരുപാട് വലിയ സന്നാഹം, ലോകം മുഴുവൻ ഒരു രാജ്യത്ത് വരുന്നതാണ്. അപ്പോൾ വലിയ സന്നാഹം ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അമിത്ഷാ അറിയിക്കുന്നത്. 50,000 രൂപ വെച്ച് ഇവിടുത്തെ ഒരുപാട് കായിക താരങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തു തുടങ്ങി. അവർക്ക് നന്നായി കായിക താരങ്ങളോട് പങ്കെടുക്കാൻ പറയുന്നു. ഒരു 5ാം സ്ഥാനത്തെങ്കിലും ഇന്ത്യ എത്തുക എന്നുള്ള, ലോകത്തിലൊരു 5ാം സ്ഥാനത്തെങ്കിലും ഒളിമ്പിക്സിൽ ഇന്ത്യയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യയുടെ ടാർഗറ്റ്. നോക്കൂ, ഒരു വശത്ത് പ്രതിരോധ രംഗത്ത് രോഗപ്രതിരോധ, കൊറോണയ്ക്ക് മരുന്ന് കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കുന്ന രോഗപ്രതിരോധ മാർഗങ്ങൾ, GDP-യിൽ നമ്മൾ മുമ്പിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ കായിക രംഗത്ത് നമ്മൾ പിന്നിലായിരുന്നുവെങ്കിൽ അവിടെയും ഒരു കുതിപ്പിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. എന്തായാലും 2036 എന്ന് പറഞ്ഞാൽ കേവലം 11 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരാൻ പോവുകയാണ്. എന്തായാലും വലിയ അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ്. അങ്ങനെയാകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു തരത്തിൽ കൂടി ലോകത്തിൻ്റെ കായിക ഭൂപടത്തിൽ വലിയൊരു സ്ഥാനം നേടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയിൽ ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോകുന്നു, തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് വരുന്നു എന്നുള്ള വാർത്ത. എന്തായാലും അമിത്ഷാ അതിന് സംബന്ധമായ വിവരങ്ങൾ പുറത്തുവിട്ടു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ടാലൻ്റുള്ള, പ്രതിഭകളായിട്ടുള്ള കായിക താരങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് 50,000 രൂപ വീതം കൂട്ടിക്കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുകയാണ്. ഈ കായിക മേളയിലേക്ക് നമ്മൾക്ക് 5ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ 5ാം സ്ഥാനം പിടിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. എന്തായാലും ഇന്ത്യ കായിക ഭൂപടത്തിലും 1ാം സ്ഥാനത്ത് എത്തട്ടെ. ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തെ ഇന്ത്യ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ലോകത്തിന് വലിയൊരു അത്ഭുതമായി മാറിയിട്ടുണ്ട്. അതുപോലെ GST പോലുള്ള കാര്യങ്ങൾ, ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിരവധി നയങ്ങൾ ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്നു. GDP-യുടെ കാര്യത്തിൽ നമ്മൾ ലോകത്ത് ഇപ്പോൾ അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ജർമ്മനിയെ തള്ളിക്കൊണ്ട് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് കയറാൻ, അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മൾ ജപ്പാനെയും ഒക്കെ നമ്മൾ പിന്തള്ളിക്കഴിഞ്ഞു. നമ്മൾ ഓരോ രംഗത്തും നമ്മൾ മുന്നേറുകയാണ്. ഏറ്റവും വലിയ തോതിൽ അവസാനം വരുന്ന വലിയ വാർത്ത എന്ന് പറയുന്നത് കായിക രംഗത്തുള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ്. അത് നമുക്ക് ഒളിമ്പിക്സ് നമ്മെ തേടിയെത്തുന്നു എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്റ്റേഡിയങ്ങൾ ഒക്കെ വളരെ വലിയ തോതിൽ വികസിപ്പിക്കപ്പെടും. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയം പോകും. ഇവിടെ ഒരുപാട് ആളുകൾക്ക് കൂടുതൽ പരിശീലനം കിട്ടും. പരിശീലകർ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ കേരളത്തിനും നല്ലൊരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമൊക്കെ ഉണ്ട്. കേരളത്തിലും അതിലെ സ്പോർട്സിൻ്റെ ഐറ്റങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും 2036 ആകുമ്പോൾ BJP കുറേ ശക്തമാവുകയും ചെയ്യും. അപ്പോൾ നല്ല ശക്തമാവുകയും ചെയ്യും. ആ നിലയിൽ ഒളിമ്പിക്സിൻ്റെ കളികൾ നമുക്ക് തിരുവനന്തപുരത്തും കാണാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാം. ഒളിമ്പിക്സ് തിരുവനന്തപുരത്തേക്ക് എന്നുള്ളതാണ് 2036 നമുക്ക് ലോകത്തിന് നൽകാനുള്ള മെസ്സേജ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബോംബെ, കൽക്കട്ട, ചെന്നൈ, അതുപോലെ തന്നെ ഡൽഹി തുടങ്ങിയ, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ സ്റ്റേഡിയങ്ങളുണ്ട്. ഗുജറാത്ത്, അഹമ്മദാബാദിലൊക്കെ ഉണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയവും ദേശീയ, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും നമുക്കും ഒളിമ്പിക്സിൻ്റെ ഏതെങ്കിലും കളികൾ നമുക്ക് കിട്ടുമെന്ന് പ്രത്യാശിക്കാം. എന്തായാലും കായികമായ ലോകത്ത്, കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ഉത്തരോത്തരം ഉയരുന്നു. തീർച്ചയായിട്ടും അമിത്ഷാ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ തയ്യാറെടുക്കുന്നു. ഒളിമ്പിക്സിന് ഇന്ത്യയിലേക്ക് സ്വാഗതം.